ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ കിങ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ടെൻഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ഈ സമയം കിട്ടുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളൊരു ലീഡർഷിപ്പ് റോളൊക്കെ എടുക്കേണ്ട ഒരു ആളാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ എടുത്തു ചാടി തീരുമാനങ്ങളൊക്കെ എടുത്ത് അബദ്ധങ്ങളിലേക്ക് പോയി ചാടാതിരിക്കുക. കാരണം നമ്മൾ മറ്റുള്ളവരെ മെൻറ്റർ ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തീരുമാനങ്ങൾ എപ്പോഴും ബുദ്ധിപൂർണമായ തീരുമാനങ്ങളായിരിക്കണം. ആവശ്യമില്ലാതെ ഒരു കാര്യങ്ങളിലും സംസാരിക്കരുത്. കാരണം ദേഷ്യം വരുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അത് നിങ്ങൾ കൺട്രോൾ ചെയ്ത് ഇവിടെ സംസാരിക്കണം എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കേണ്ട കുറച്ച് അവസരങ്ങൾ ഉണ്ടായേക്കാം. ഒരു പബ്ലിക് സ്പീക്കൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടായേക്കാം. അപ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ ഒരു സമയം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആരെയും വേദനിപ്പിക്കാതെ ഒരു ഈഗോയും ഇല്ലാതെ ഗ്രൗണ്ടഡ് ആയിട്ട് വേണം നിങ്ങൾ സംസാരിക്കാനായിട്ട്. അതുപോലെ ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുക. നിങ്ങളുടെ ഡ്രീം എന്താണോ ആ ഡ്രീം ആയിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ സമയം നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. മാത്രമല്ല നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതുപോലെ തന്നെ ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ മജീഷ്യൻ എന്ന് പറയുന്നത് ഏറ്റവും മാനിഫെസ്റ്റേഷൻ പവർ ഉള്ള ഒരു ആളാണ്. അപ്പോൾ നിങ്ങൾ എന്തു വേണം എന്നാണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അത് ആഗ്രഹിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ റിയലായിട്ട് കിട്ടും എന്നുള്ളതാണ്. നമ്മൾ മാക്സിമം സമയങ്ങളിൽ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും നമുക്കത് സാധിക്കുകയില്ല എങ്കിൽ പോലും നിങ്ങൾ മാക്സിമം സമയങ്ങളിൽ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നാണ്. കാരണം ഇതിൽ നമ്മുടെ പവർ എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ ശക്തി എന്താണ്, നമ്മളുടെ കഴിവുകൾ എന്താണ്, അതെല്ലാം ഈ ഒരു സമയം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം വേണമെന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നല്ലൊരു വീട് വേണമെങ്കിൽ നല്ലൊരു വീട് വാങ്ങിക്കുന്നതായിട്ടും അവിടെ നിങ്ങൾ താമസിക്കുന്നതായിട്ടും ഒക്കെ നിങ്ങളൊന്ന് മാനിഫെസ്റ്റ് ചെയ്യുക. ഇതിനിടയ്ക്ക് നിങ്ങൾ വേറെ നെഗറ്റീവായിട്ടുള്ളൊരു തോട്ട് കൊണ്ട് അത് ക്ലോസ് ചെയ്ത് കളയരുത്. അപ്പോൾ നല്ല പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളത് ചിന്തിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ എഴുതി വയ്ക്കുക. അതായത് എനിക്ക് നല്ലൊരു വീട് തന്നതിന് നന്ദി, അവിടെ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റിയതിനായിട്ട് നന്ദി എന്ന് നിങ്ങൾ എല്ലാ ദിവസവും എഴുതുക. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. പൂർണ്ണമായിട്ടും വിശ്വാസത്തോടു കൂടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങളൊരു മജീഷ്യനാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ മാജിക് കൊണ്ട് പലതും സംഭവിപ്പിക്കാൻ കഴിവുള്ള ആളാണ് മജീഷ്യൻ. അപ്പോൾ ആ ഒരു മാജിക്കൽ പവർ നിങ്ങളിൽ ഓൾറെഡി ഉണ്ട്. അത് നിങ്ങളുടെ സോളിലുണ്ട്. അതുകൊണ്ട് തന്നെ
നിങ്ങൾ ഇത്തരത്തിലൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. അതുമാത്രമല്ല അതിൻ്റെ കൂടെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്ന് വർക്ക് കൂടി ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും മാനിഫെസ്റ്റ് ചെയ്യുക. ഇതിൽ കുറച്ചാളുകൾക്ക് വണ്ടി വേണമെന്നായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ജോലി ആയിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പോസിറ്റീവായിട്ടിരുന്നാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ ഡെത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് പരിവർത്തനം സംഭവിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം ഈ സമയം സംഭവിച്ചേക്കാം. നിങ്ങൾക്ക് പുതിയൊരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പുതിയ തുടക്കമാണ്. എൻ്റെ ആയിപ്പോയി എന്ന് വിചാരിച്ച പല കാര്യങ്ങളും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ്. അപ്പോൾ പൂർണ്ണമായും എൻ്റെ ആയിപ്പോയി എന്നൊക്കെ വിശ്വസിച്ച കാര്യമായിരിക്കാം അത്. ഇനി അത് സംഭവിക്കൂല എന്ന് വിചാരിച്ച കാര്യങ്ങൾ അത് വീണ്ടും അതിലൊരു പ്രതീക്ഷ ഉണ്ടാവുന്നു എന്നാണ്. ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന തിരിച്ചറിവാണ്. കാരണം നിങ്ങൾ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നു. ചില ആൾക്കാർ ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു കാര്യം അത് സക്സസ്ഫുൾ ആകാതെ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്ത ഒരു കാര്യമാവാം. അപ്പോൾ അത് ചിലപ്പോൾ ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ പോയതോ അങ്ങനെയുള്ള എന്ത് കാര്യമാണെങ്കിൽ പോലും ആ ഒരു കാര്യം വീണ്ടും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ്. ചിലപ്പോൾ അത് എന്തെങ്കിലും ഹീലിംഗ് പോലുള്ളൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും നിങ്ങൾ പഠിക്കാൻ തുടങ്ങി അത് നിങ്ങൾ നിർത്തി വെച്ചൊരു കാര്യമാവാം. പക്ഷേ അത്തരത്തിൽ നിങ്ങൾ എൻഡാക്കിയ ആ ഒരു കാര്യം അത് തീർച്ചയായിട്ടും നിങ്ങളിവിടെ റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പല കാര്യങ്ങളും അതിനെല്ലാം ഒരു എൻഡ് ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു എന്നാണ്. കാരണം ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസും ഏസ് ഓഫ് വാൺസും ഒക്കെയാണ്. ഇതെല്ലാം ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പൈസ വരുന്ന ഒരു എനർജിയാണ്. ഇതുവരെ നിങ്ങൾ ചെയ്തൊരു കാര്യത്തിൽ നിന്നായിരിക്കില്ല നിങ്ങൾക്ക് പൈസ കിട്ടുന്നത്. അതായത് പുതിയൊരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് പൈസ കിട്ടുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ടെന്നാണ്. പൈസയുമായി ബന്ധപ്പെട്ട് അതായത് ചിലപ്പോൾ അത് നിങ്ങളൊരു വീട് വാങ്ങുന്നതാവാം, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുന്നതാവാം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതാവാം. ഒരുപക്ഷെ നിങ്ങൾ പുതിയ ഏതെങ്കിലും ഒരു കാര്യം ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതാവാം. അപ്പോൾ എന്തായാലും ഒരു പുതിയ തുടക്കമുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. ഏസ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ സമയം ഒരു പുതിയ തുടക്കമാണ്. ഇത് നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം വേണമെന്ന് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരുപക്ഷെ നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തുടക്കം ദൈവമായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കാം. ചിലപ്പോൾ അത് നിങ്ങളുടെ ഡ്രീം ജോബ് ആയിരിക്കാം. ഏറ്റവും ആഗ്രഹിച്ച ഒരു ജോലി അത് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. അതൊരു ജോബ് ഓഫർ കിട്ടുന്നതായിരിക്കാം. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്നതായിരിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിന് ഒരു ഓഫർ അത് നിങ്ങളുടെ കൈകളിൽ എത്തുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യത്തിനുള്ള ആ ഒരു ഓഫർ, ആ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് ഈ ഒരു സമയം എത്തുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ എംപറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ഫെമിനിൻ മസ്കുലൈൻ എനർജി ബാലൻസ് ആകുന്ന ഒരു സമയമാണ്. കാരണം എന്തെന്നാൽ ഇവിടെ നമുക്ക് എംപററും ഉണ്ട്, അതുപോലെ എംപ്രസ്സും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അത് എങ്ങനെ വേണമെന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇതിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു എംപ്രസ്സിൽ നിങ്ങളുടെ ഒരു ഫെമിനിയൻ എനർജി ആക്റ്റീവ് ആകുമ്പോൾ
എംപറർക്ക് നിങ്ങളുടെ ഒരു മസ്കുലിൻ എനർജിയാണ് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ ഒരു ബാലൻസ് ആണ് ജീവിതത്തിൽ വരുന്നത്. നല്ല ബുദ്ധിപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജീവിതശൈലി നിങ്ങൾ ചിലപ്പോൾ തുടങ്ങുന്നുണ്ടായിരിക്കാം. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ അപ്പിയറൻസിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ചില ആൾക്കാർക്ക് ഇവിടെ ആഗ്രഹിച്ച ജോലിയൊക്കെ ലഭിച്ച് നിങ്ങൾ ആ ഒരു കസേരയിൽ ഇരിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളിലേക്ക് ഒരു അധികാരം എത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട്. മാത്രമല്ല മറ്റുള്ളവർ നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ വില നൽകുന്ന ഒരു എനർജി കൂടിയാണ്. പിന്നെ ഇവിടെ 2 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ തീരുമാനമെടുക്കാനൊക്കെ പറ്റാതിരുന്ന കാര്യങ്ങൾക്ക് ഈ സമയം നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തെറ്റേത് ശരി ഏത് എന്നൊക്കെ അറിയാതിരുന്ന ഒരു അവസ്ഥയാകാം നിങ്ങൾക്കുള്ളത്. അല്ലെങ്കിൽ ഏതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡിസിഷൻ മേക്കിങ്ങിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളുകൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജിയാണ്. അപ്പോൾ കുറേയധികം ആളുകളും തീരുമാനമെടുക്കാൻ പറ്റാതെ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു എനർജിയിൽ ഇരിക്കുന്ന ആളുകൾ നന്നായിട്ട് ആലോചിച്ച്, അതായത് നിങ്ങളുടെ സോളിനോട് നിങ്ങൾ ചോദിച്ച് തീർച്ചയായിട്ടും തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അതുപോലെ ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് ഈ ഒരു സമയം ഉണ്ടാവുമെന്നുള്ളതാണ്. അതുപോലെ ഒരു പ്രണയത്തിൻ്റെയൊക്കെ ഓഫർ നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ചില വ്യക്തികളോട് വല്ലാത്തൊരു അടുപ്പമൊക്കെ നിങ്ങൾക്ക് തോന്നാം. ഒരു വ്യക്തിയുമായിട്ടൊരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പൊക്കെ തോന്നാനും സാധ്യത കാണുന്നുണ്ട്. ഇതിൽ ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് ഉണ്ടാകുന്നു എന്നും കാണുന്നുണ്ട്. അതായത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി മുൻകൂട്ടി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഇവിടെ ഹൈ പ്രിസ്റ്റസും ഒക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് വിചാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ അത് കറക്റ്റ് ആണല്ലോ സംഭവിച്ചത് എന്നൊക്കെ ഒരു തോന്നൽ ഈ ഒരു സമയം നിങ്ങൾക്ക് വന്നേക്കാം എന്നാണ്. ചിലപ്പോൾ ഒരു പ്രണയാഭ്യർത്ഥന കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ ഒരു വീട് അത് നിങ്ങൾക്ക് സ്വന്തമാകുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏസ് ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു സ്നേഹമാണ്, പ്രണയമാണ്. ചിലപ്പോൾ ഈ സമയം നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് പ്രണയിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഏസ് ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ തുടക്കമാണ്. ഒരു പുതിയ പ്രണയമൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ആയി പോയി എന്ന് കരുതിയ പല കാര്യങ്ങളും, ഇത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ളൊരു കാര്യമായിരിക്കാം, അത് വീണ്ടും നിങ്ങളിലേക്ക് തിരികെ എത്തുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കുകയും നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു സമയം നടക്കുമെന്നുള്ളതാണ്. ചില ആളുകൾ ഇതിൽ നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യാനൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹവും കരുണയും ഈ കാര്യങ്ങളെല്ലാം നമുക്കും ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി അത് നിങ്ങൾ സ്വയം നിങ്ങൾക്ക് തന്നെ കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വാങ്ങുകയും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ഹെർമിറ്റാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും സ്നേഹവും ഒരു പ്രകാശവും ഒക്കെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ ഈ സമയം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒരു വിശ്രമവും ഇല്ലാതെ ഓട്ടത്തിലായിരിക്കാം. നിങ്ങൾക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് വിശ്രമിക്കേണ്ടതുണ്ട് എന്നൊക്കെ തോന്നി തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും വേണ്ടി വിശ്രമം ആവശ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയം ഡിവൈനുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ശാന്തമായിട്ടിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്.
നിങ്ങൾ പോകേണ്ട വഴി ഏതാണ്, ആ ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോളുമായിട്ട് ഒന്ന് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല മെഡിറ്റേഷൻ, പ്രാർത്ഥന, ഇതിലെല്ലാം നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കണം. അപ്പോൾ നിങ്ങളുടെ സോളുമായിട്ടുള്ളൊരു കണക്ഷൻ ഈ സമയം കിട്ടുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ ശാന്തമായിട്ട്, അതായത് വളരെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അത്തരത്തിൽ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് ഒരു പ്രകാശമായിട്ടാണ്. അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ പ്രകാശം എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളെ ഒരു സ്പിരിച്വൽ മെൻറ്ററായിട്ടൊക്കെ മറ്റുള്ളവർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു അഡ്വൈസറായിട്ടൊക്കെ കാണുന്നു എന്നാണ്. പിന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫെമിനിയൻ എനർജി ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിലെ ആ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ റിമൂവ് ചെയ്യാനുള്ളൊരു സമയമാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു സമയം നിങ്ങളെ വിട്ടുപോകുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ഇൻഡ്യൂഷനിലൂടെ നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റ് ചെയ്ത് പലതരത്തിലുള്ള തിരിച്ചറിവുകൾ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഫെമിനിയൻ എനർജി അത് വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു അവസ്ഥയൊക്കെ മാറി ശരിക്കും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയൊരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ നിഗൂഢമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെട്ട് വരുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ അത്. കുറേ ആൾക്കാർക്കും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ജന്മ ഉദ്ദേശം, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ്, അതൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള തോന്നലുകളൊക്കെ ഈ ഒരു സമയം വന്നേക്കാം. അതായത് മറ്റുള്ളവരെ പോലെ അല്ല, എന്തോ ഒരു പ്രത്യേകത എനിക്കുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ നിഗൂഢമായ കഴിവുകൾ നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയം. അപ്പോൾ ഈ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷനിലൂടെ ആയിരിക്കാം നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇൻഡ്യൂഷനിലൂടെ പല കാര്യങ്ങളും വെളിപ്പെട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ശരിക്കും ഹൈലി ഇൻറ്റ്യൂട്ടീവായ ആൾക്കാരാണ് ഈ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജിയുള്ള ആളുകൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് കണക്റ്റ് ആകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ എംപ്രസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്രിയേറ്റീവ് എനർജിയാണ്. നിങ്ങളുടെ ഫെമിനിയൻ എനർജി അത് തീർച്ചയായിട്ടും നമ്മളിവിടെ കണ്ടിരുന്നു, അത് ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു ഫെമിനിയൻ എനർജി എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ക്രിയേറ്റിവിറ്റിയുടെയും ഒക്കെ ഒരു എനർജിയാണ്. അതുപോലെ ഫാഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങളൊരു ബ്യൂട്ടിക്കോ പാർലറോ അങ്ങനെ ഫാഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ സമയം വളരെ നല്ലതായിരിക്കും എന്നാണ്. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പാഷൻ അത് കൂടുതൽ ആക്റ്റീവ് ആകുന്നു എന്നാണ്. മാത്രമല്ല നിങ്ങളുടെ അപ്പിയറൻസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു സമയം. കാരണം പാസ്റ്റിൽ ഒരു പക്ഷേ നിങ്ങളുടെ അപ്പിയറൻസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കാം. നിങ്ങളുടെ സ്കിൻ ടോണൊക്കെ ഇന്ന് മാറിയിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും പല ആളുകളും നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങളുടെ അപ്പിയറൻസിൽ ഒരു മാറ്റമുണ്ട്, നിങ്ങളെ കാണാൻ പ്രത്യേകതയുണ്ട്, നിങ്ങളുടെ സംസാരത്തിൽ ഒരു പ്രത്യേകതയുണ്ട് എന്നൊക്കെ മറ്റുള്ളവർ നിങ്ങളോട് വന്ന് പറയുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അങ്ങനെ തോന്നുമായിരിക്കാം. അത്തരത്തിലൊരു എനർജിയും കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ നല്ലൊരു പ്രോഫിറ്റൊക്കെ ഈ സമയം ലഭിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഇത് അബൻഡൻസിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾക്ക് അതിൻ്റെ ഫലമൊക്കെ ഈ സമയം കിട്ടിത്തുടങ്ങുന്ന ഒരു എനർജിയുമുണ്ട്. ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഏത് കാര്യത്തിനാണോ ഒരു നീതി വേണമെന്ന് ആഗ്രഹിച്ചിരുന്നത് ആ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്നാണ് ഈ ഒരു ജസ്റ്റിസ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം ഫിനാൻഷ്യലിയൊക്കെ വളരെ നല്ലതായിട്ടാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ തീരുമാനങ്ങൾക്കൊക്കെ ഒരു ദൃഢത വരുന്നു എന്നാണ്.
അതായത് നിങ്ങൾ ആലോചിച്ചിരുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം, അത് നിങ്ങൾ ചെയ്തു തുടങ്ങുന്ന ഒരു എനർജിയാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തെ നിങ്ങളുടെ എനർജി അത് പ്രാക്ടിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഇമോഷൻസിന് നിങ്ങൾ പ്രാധാന്യം കുറയ്ക്കുന്നുണ്ട്. അതായത് ചിലപ്പോൾ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ പല ആളുകളോടും നിങ്ങൾക്ക് പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ അതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പല സമയത്തും നമ്മൾ ഇമോഷൻ കൊണ്ട് തീരുമാനമെടുത്ത് തോറ്റുപോയ ആളുകളാവാം. ഇപ്പോൾ ഒരാളിനോട് ഒരു കാര്യം തുറന്നു പറയാൻ പോലും സാധിക്കാതെ, അതായത് അവരെ വിഷമിപ്പിക്കുമോ എങ്ങനെയൊക്കെയുള്ള ചിന്ത കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും പറയൂല. പക്ഷേ ഈ ഒരു സമയം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ക്ലിയർ പിക്ചർ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്. ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ളതാണ്. ആ ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട് ചില സമയങ്ങളിൽ എടുക്കുന്ന തീരുമാനം ചില സമയങ്ങളിൽ ശരിയാവുകയില്ല. പക്ഷേ ഈ ഒരു സമയം തീർച്ചയായിട്ടും ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ടുള്ള ധാരണകൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ ചില ആളുകളോട് പറയണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ ഈ സമയം നിങ്ങൾ എടുത്തേക്കാം. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് സമ്മതിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ, ഈ ഒരു സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സഫർ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. അപ്പോൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഈ ഒരു സമയം വരുമെന്നുള്ളതാണ്. അത് ആരോടായാലും നിങ്ങൾക്ക് അങ്ങനെ തോന്നും എന്നുള്ളതാണ്. എന്നാൽ അവരെ നിങ്ങൾ വേദനിപ്പിക്കാത്ത വണ്ണം കുറച്ച് ഹ്യൂമറസ് ആയിട്ട് നിങ്ങളത് അവതരിപ്പിക്കും. അപ്പോൾ അങ്ങനെ അവതരിപ്പിക്കാം എന്നൊരു തീരുമാനമൊക്കെ നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ അത് ചിന്തിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു സ്ട്രോങ് പേഴ്സൺ ആണെന്ന തിരിച്ചറിവ് തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ നമുക്ക് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് 3 of Wands ആയിരുന്നു. അപ്പോൾ അതിൽ ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ഒരുപാട് പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ആ ഒരു ചിലപ്പോൾ നിങ്ങൾ എനർജിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരത്തിലുള്ള വ്യക്തികളാണ് ഓവർ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനം നമ്മളെടുത്താൽ തീർച്ചയായിട്ടും അത് നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു കഴിവ്, ആ ഒരു മാജിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഇതിൽ കൂടുതൽ ആൾക്കാർക്കും ഒരു യാത്രയൊക്കെ വേണമോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് പോകണോ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യണോ, അല്ലെങ്കിൽ വേണോ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കണോ എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നാണ്. കാരണം ഇവിടെ 2 of Swords ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും നിങ്ങൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, കുറേ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ എനർജി കൈകാര്യം ചെയ്യുന്ന കുറച്ച് ആൾക്കാർ നിങ്ങൾക്കൊരു മാജിക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ സ്വന്തം കാര്യത്തിൽ നിങ്ങളുടെ മാജിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് മാജിക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മളുടെ സ്വന്തം കാര്യം വരുമ്പോൾ പല ആൾക്കാരും അത് ശ്രമിക്കാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങളിലേക്ക് കൂടി ഒന്ന് പാസ് ചെയ്യുക. നിങ്ങൾ മെഡിറ്റേഷനിലൊക്കെ ഇരുന്നിട്ട് അല്ലെങ്കിൽ പ്രാണായാമമൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു എനർജി നിങ്ങളിലേക്ക് സ്വീകരിക്കുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ക്ലാരിറ്റി കിട്ടാൻ അത് സഹായം ചെയ്യുമെന്നുള്ളതാണ്. ഇതിൽ ഒരു ടെമ്പറൻസിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ, ചിലപ്പോൾ അത് ഇമോഷണൽ ബാലൻസ് ആയിരിക്കാം. നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ നിങ്ങൾ ആണ്ടുപോയി ശരിക്കും പുറത്ത് തിരിച്ചു വരാൻ കഴിയാതെ അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന
ചെയ്യുന്ന ഒരു സമയമാവാം, അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതിൽ നിന്നൊരു പുതിയ തുടക്കമാണ്. നിങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി മാറിപ്പോകുന്നു എന്നുള്ളതാണ്. എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ ഫേസ് ചെയ്തേ പറ്റുകയുള്ളൂ. പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് വരുന്നുണ്ട്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോകണം എന്നാണ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്ത് പ്രശ്നങ്ങളായാലും അതിൽ തന്നെ തളർന്നു പോകാതെ നിങ്ങൾ എണീറ്റ് നടക്കണം എന്നുള്ളതാണ്. കാരണം ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പാസ്റ്റിലെ വേദനകളൊക്കെ ഒരുപാട് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാവാം. നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒരു റിജക്ഷൻ കിട്ടിയത് കൊണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓർമ്മകളിൽ ഈ ഒരു സമയം നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്ര സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും ആ സന്തോഷത്തിനിടയിലും അങ്ങനെയുള്ളൊരു ഓർമ്മകൾ വന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും നിങ്ങളിലില്ലാത്ത എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളിവിടെ കുറേ ആളുകളും ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുന്നിൽ എത്ര അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും പലപ്പോഴും നിങ്ങൾക്കത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ നഷ്ടബോധത്തിലൊക്കെ ഇരിക്കുന്ന ഒരു എനർജിയാണ്. മുന്നിലുള്ള പല കാര്യങ്ങളും ചെയ്യാതെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മാറിപ്പോകുന്ന ഒരു എനർജിയാണ്. ജീവിതത്തിൽ നിരാശ ബാധിച്ച പോലത്തെ ഒരു സിറ്റുവേഷൻ പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സിലേക്ക് ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. നിങ്ങളെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇതിൽ സന്തോഷിക്കാൻ എല്ലാം ഉണ്ടായിട്ടും എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് മിസ്സിങ് ആണെന്നാണ്. അതായത് മനസ്സ് തുറന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പലപ്പോഴും പറ്റാറില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും മാറിപ്പോകാനാണ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹീലിംഗ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് മെഡിറ്റേഷനും പ്രാർത്ഥനകൾക്കുമൊക്കെ കൂടുതൽ ഫലം കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. കാരണം നിങ്ങൾ ഡിവൈനുമായിട്ട് കൂടുതൽ കണക്റ്റായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളിലേക്ക് പുതിയ തിരിച്ചറിവുകൾ വരുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ശൈലി തന്നെ നിങ്ങൾ മാറ്റാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഒരു ചലഞ്ചൊക്കെ ഏറ്റെടുക്കാൻ തീർച്ചയായിട്ടും കുറേ ആളുകളും താല്പര്യപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അതായത് പണ്ട് എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളത് ചെയ്യാൻ മടിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്ത് ചലഞ്ച് വന്നാലും എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റോടുകൂടി ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്കുള്ള ഫലം അത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ കിട്ടുന്നു എന്നാണ്. ഒരു ജസ്റ്റിസ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.